ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് BNSലെ ടോപ്പിക്കായിട്ടുള്ള ജോയിൻറ്റ് ലയബിലിറ്റി അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ലയബിലിറ്റിയാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒരു ക്രൈം കമ്മിറ്റ് ചെയ്യുന്നത് ചിലപ്പം ഇൻഡിവിജ്വൽ ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ കൂടെ കൊളാബറേഷനിൽ ജോയിൻ്റ് ആയിട്ടോ ഒക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടൊക്കെ ആയിരിക്കാം ഒരു ക്രൈം കമ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇൻഡിവിജ്വലാണ് ഒരു ക്രൈം കമ്മിറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അയാളുടെ മുകളിലുള്ള ക്രിമിനൽ ലയബിലിറ്റി അസസ് ചെയ്യുന്നതിൻ്റെ അകത്ത് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകുന്നില്ല. അയാൾ എന്ത് ഒഫൻസ് ആണോ കമ്മിറ്റ് ചെയ്ത് ആ ഒഫൻസിൻ്റെ നേച്ചർ നോക്കിയതിന് ശേഷം അയാൾക്ക് പണിഷ്മെൻറ്റ് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ എന്താണ്, നേരെ മറിച്ച് ഒരു ഗ്രൂപ്പായിട്ട് സെവറൽ പേഴ്സൺസ് ചേർന്നിട്ടാണ് ഒരു ക്രൈം കമ്മിറ്റ് ചെയ്തത് എന്നുണ്ടെങ്കിൽ അതിൽ ഓരോരുത്തരും വഹിച്ച റോൾ എന്താണ്, അവർ ഓരോരുത്തരും ചെയ്തത് എന്താണ് എന്ന് കണ്ടുപിടിച്ച് അവർക്ക് പണിഷ്മെൻറ്റ് കൊടുക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ രണ്ടോ അതിലധികമോ പേഴ്സൺസാണ് ഒരു ക്രൈം കമ്മിറ്റ് ചെയ്യുന്നതിൻ്റെ അകത്ത് ഇൻവോൾവ് ആയത് എന്നുണ്ടെങ്കിൽ അവർ ജോയിൻ്റ്ലിയോ ഗ്രൂപ്പായിട്ടോ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു അപ്പോർഷൻ ക്രിമിനൽ ഗിൽട്ട് ഓഫ് ഈച്ച് ഓഫ് ദ പാർട്ടിസിപ്പൻസ്. ഓരോ പാർട്ടിസിപ്പൻസിന് മുകളിലും അവർ ചെയ്ത ഗിൽട്ട് എന്താണെന്ന് കണ്ടുപിടിച്ച് അവരെ ഇത് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഇവർ ജോയിൻ്റ് ആയിട്ടാണ് ഒരു ക്രൈം കമ്മിറ്റ് ചെയ്തത് എന്നുണ്ടെങ്കിൽ അവർക്ക് എന്തായിരിക്കും, എല്ലാവർക്കും ഒരേ പണിഷ്മെൻ്റ് ആയിരിക്കും കൊടുക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണ് എന്നുണ്ടെങ്കിൽ, ഗ്രൂപ്പായിട്ട് കുറച്ച് പേര് ഒരു വീട്ടിൽ മോഷ്ടിക്കാൻ വേണ്ടി പോയി. ഓക്കെ, നേരത്തെ പ്ലാൻ ചെയ്ത് ഗൂഢാലോചനയൊക്കെ നടത്തി, കോൺസ്പിറസിയൊക്കെ നടത്തിയതിന് ശേഷമാണ് ഇവർ പോയി അവിടെ ചെന്നു. മോഷണം നടത്തുന്നതിൻ്റെ ഇടയ്ക്ക് എയും ബിയും സിയും കൂടെ പോയതെന്ന് വെക്കുക. അതിൽ എ എന്തോ ചെയ്തു, ആ വീട്ടിലുള്ള ഒരാളെ കൊന്നു. അത് മോഷ്ടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കയ്യബദ്ധം പറ്റിയതാണോ എന്തോ ആയിക്കോട്ടെ, ഒരാളെ കൊന്നു എന്ന് വെക്കുക. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ 3 പേർക്കും എതിരെ ഒരേ കുറ്റമായിരിക്കും. എ ചെയ്ത കുറ്റത്തിന് ബിയും സിയും ഇവിടെ ലയബിളാകും. അതാണ് ഇവിടെ പറയുന്നത്. ഇനി ഈ ജോയിൻ്റ് ലയബിലിറ്റി അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ലയബിലിറ്റി അല്ലെങ്കിൽ ഗ്രൂപ്പ് ലയബിലിറ്റിയുടെ പ്രൊവിഷൻസ് പറഞ്ഞിരിക്കുന്നത് BNSലെ സെക്ഷൻ 3 Clause 5 മുതൽ 3 Clause 9 വരെയും 61 Clause 1ൻ്റെ അകത്തും 61 Clause 2, 190, 310 Clause 2, 331 Clause 8 ഇത്രയും സെക്ഷൻ്റെ അകത്താണ്. അതിലെ 3 Clause 5 to 3 Clause 9ൻ്റെ അകത്തെന്ന് പറയുന്നത് കോമൺ ഇൻറ്റൻഷനെ പറ്റി പറയുന്നു. 61 Clause 1ഉം 61 Clause 2ൻ്റെ അകത്തും പിന്നെ ഇത് കോൺസ്പിറസിയെ പറ്റിയാണ് പറയുന്നത്. 190ക്ക് അകത്ത് പറയുന്നത് എന്താണ്, ഒരു ജോയിൻ്റ് ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സ് ഓഫ് ആൻ അൺലോഫുൾ അസംബ്ലിയിലുള്ള മെമ്പേഴ്സിൻ്റെ ജോയിൻ്റ് ലയബിലിറ്റിയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി 310 Clause 3ക്ക് അകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ജോയിൻ്റ് ലയബിലിറ്റി ഓഫ് ഡക്കോയിറ്റ്സിൻ്റെ ജോയിൻ്റ് ലയബിലിറ്റിയാണ്. വെൻ എ ഡക്കോയിറ്റ് കമ്മിറ്റ്സ് മർഡർ ഫോർ കമ്മിറ്റിംഗ് ഡക്കോയിറ്റി. ഇനി സെക്ഷൻ 331 Clause 8ൻ്റെ അകത്ത് ജോയിൻ്റ് ലയബിലിറ്റി ഓഫ് പേഴ്സൺസ് കൺസേൺഡ് ഇൻ ലേർക്കിംഗ് ഹൗസ് ട്രസ്പാസ്. വീട് കുത്തി തുറന്ന് നൈറ്റിൽ വീട്ടിൽ കയറുന്നു. അതൊക്കെയാണ് ഏതിൻ്റെ അകത്ത് വരുന്നത്, 331 Clause 8ൻ്റെ അകത്ത്. ഈ സെക്ഷൻസൊക്കെ നമ്മൾ കുറച്ചും കൂടെ അങ്ങോട്ട് പോകുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഇനി ലയബിലിറ്റി ഓൺ ദ ബേസിസ് ഓഫ് കോമൺ ഇൻറ്റൻഷൻ നോക്കിക്കഴിഞ്ഞാൽ സെക്ഷൻ 3 Clause 5 ഓഫ് BNSൻ്റെ അകത്താണ് കോമൺ ഇൻറ്റൻഷനെ പറ്റി പറയുന്നത്. കോമൺ ഇൻറ്റൻഷൻ്റെ അകത്ത് നമ്മൾ മുകളിൽ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ് പറയുന്നത്. എന്താണ്, രണ്ടോ അതിലധികമോ പേഴ്സൺസ് ചേർന്നിട്ട് കോമൺ ഇൻറ്റൻഷനോട് കൂടി, ഓക്കെ, എല്ലാവർക്കും ഒറ്റ ഇൻറ്റൻഷനാണ്, ഒരേ മനസ്സോടു കൂടിയാണ് എല്ലാവരും വന്നിരിക്കുന്നത്. അങ്ങനെ കോമൺ ഇൻറ്റൻഷനോട് കൂടി ഒരു ക്രിമിനൽ ആക്ട് ജോയിൻ്റ്ലി ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 3 പേര് ഉണ്ടെന്ന് വെക്കുക, അല്ലെങ്കിൽ 4 പേരായിക്കോട്ടെ, എത്ര പേര് ആ കോമൺ ഇൻറ്റൻഷനോട് കൂടി ആ ആക്റ്റിൽ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ അതിൽ ഓരോരുത്തരെയും ഇൻഡിവിജ്വലായിട്ട് കണ്ടിട്ട് ഓരോരുത്തർക്കും അതിൻ്റെ പണിഷ്മെൻറ്റ് കൊടുക്കുന്നതാണ്. ഓക്കെ, ഇനിയും അതിൽ ഒരാളാണ് ഇപ്പം ഒരു മർഡർ പ്ലാൻ ചെയ്തിട്ട് പോയി, അതിൽ ABCD ഉണ്ടെന്ന് വെക്കുക. ഇതിൽ C ആണ് പിന്നെ അവിടെ മർഡർ കമ്മിറ്റ് ചെയ്തത് എന്നുണ്ട് വെക്കുക. പക്ഷേ ഇവർ 4 പേരും ഒരു കോമൺ ഇൻറ്റൻഷനോട് കൂടി പോയതാണ് എന്നുണ്ടെങ്കിൽ ഇവരെ 4 പേരെയും ഇൻഡിവിജ്വലായിട്ട് കണക്കാക്കി 4 പേർക്കും ഇൻഡിവിജ്വൽ പണിഷ്മെൻറ്റ് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, ലൈബിൾ ഫോർ ദി ക്രിമിനൽ ആക്ട് ആസ് ഇറ്റ് വാസ് ഡൺ ബൈ ഹിം എലോൺ. ഓക്കെ, ഇപ്പോൾ ഇത്ര പേരും കൂടെ പോയി, ഇപ്പോൾ 4 പേരും കൂടെ പോയി ഒരാളെ ഇടിച്ചു എന്ന് വെക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഒരു അൺലോഫുൾ അസംബ്ലി നടത്തി മറ്റൊരാളുടെ മരണത്തിനിടയാക്കി എന്ന് വെക്കുക.
പിന്നെ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അതിൽ ഓരോരുത്തരെയും ആ ആക്ട് ചെയ്തതായിട്ടായിരിക്കാം കണക്കാക്കുന്നത്. ആ ക്രിമിനൽ ആക്ട് ഓരോരുത്തരും ചെയ്തു എന്നുള്ളൊരു നിലയിലായിരിക്കാം അവിടെ പണിഷ്മെൻറ്റ് കൊടുക്കുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. എ എന്ന് പറഞ്ഞ ഒരാളെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി എയുടെ ഹൗസിൽ പോലീസ് ഓഫീസേഴ്സ് ചെന്നു. ഓക്കെ, അപ്പോൾ ഈ എയെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ആ വീട്ടിലുള്ള ആളുകളെല്ലാം കൂടെ വന്നിട്ട് എന്തോ ചെയ്തു, ഈ പോലീസ് ഓഫീസേഴ്സിനെ അറ്റാക്ക് ചെയ്യുകയും ആ അറ്റാക്ക് വഴി ഒരു പോലീസ് കോൺസ്റ്റബിളുടെ മരണത്തിലേക്ക് നയിക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞപ്പോൾ റിയൽ ആയിട്ട് ആ ഒഫൻസ് ചെയ്തത് ആരാണ്, അല്ലെങ്കിൽ ആ റിയൽ ഒഫൻഡറിനെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റിയില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്ത് ചെയ്യും, അതിലെ എല്ലാവരും ആ മർഡർ ചെയ്തതായിട്ടായിരിക്കാം കണക്കാക്കുന്നത്. ഓക്കെ, എല്ലാവരും ആ പോലീസ് ഓഫീസറിൻ്റെ മരണത്തിൽ ലയബിളാണ് എന്ന് കണക്കാക്കി അവിടെ ജോയിൻ്റ് ലയബിലിറ്റി അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ലയബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ പണിഷ്മെൻറ്റ് കൊടുക്കുന്നതായിരിക്കും. 3(5) അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് അവിടെ ഒരു ക്രിമിനൽ ആക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സെവറൽ പേഴ്സൺസ് ചേർന്നിട്ടായിരിക്കണം ആ ക്രിമിനൽ ആക്ട് ചെയ്തിട്ടുള്ളത്. ഇനി എല്ലാ ഒഫൻഡേഴ്സിനും കോമൺ ഇൻറ്റൻഷൻ ആയിരിക്കണം. എല്ലാവരും പിന്നെ ഒരു കോമൺ ഇൻറ്റൻഷനോട് കൂടിയായിരിക്കണം. ആ കോമൺ ഇൻറ്റൻഷൻ്റെ ഫർദറൻസിന് വേണ്ടിയായിരിക്കണം അവർ ആക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്. ഈ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം ഫോളോ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിലെ ഓരോ പേഴ്സൺ ഒരു ജോയിൻ്റ് ആയിട്ട് ഒരു കോമൺ ഇൻറ്റൻഷനോട് കൂടി ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിലെ ഓരോ പേഴ്സൺസിനെയും ഓരോ ഇൻഡിവിജ്വലായിട്ട് കണക്കാക്കി അവർക്ക് ഓരോരുത്തർക്കും എന്ത് ചെയ്യുന്നു, പണിഷ്മെൻറ്റ് കൊടുക്കുന്നതായിരിക്കും. കോമൺ ഇൻറ്റൻഷൻ 34 സെക്ഷൻ 34ൻ്റെ അകത്താണ് IPCയിൽ പറഞ്ഞിരുന്നത്. ഇവിടെ ഒരു കേസ് പറയുന്നുണ്ട്, വസന്ത് ഗിരീഷ് അക്ബർ സാബ് സനവേൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കർണാടക എന്ന് പറഞ്ഞ കേസിൻ്റെ അകത്ത് FIR ഒരു ഹസ്ബൻഡിനും മദർ ഇൻ ലോയുടെയും എഗനിസ്റ്റായിട്ട് ഫയൽ ചെയ്തിരുന്നു. അപ്പോൾ ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ ഡിസീസ്ഡിൻ്റെ മരണത്തോടനുബന്ധിച്ചാണ് ഇവിടെ FIR വന്നിരിക്കുന്നത്. ആ FIR പ്രകാരം ആരാണിവിടെ, ആർക്ക് എഗനിസ്റ്റായിട്ടാണ്, ഹസ്ബൻഡിനും മദർ ഇൻ ലോയ്ക്ക്, ഈ ഡിസീസ്ഡിൻ്റെ മദർ ഇൻ ലോയ്ക്ക് എഗനിസ്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടുത്തെ ഈ ഡിസീസ്ഡിൻ്റെ വിവാഹം കഴിഞ്ഞ് 1 വർഷം, ഓക്കെ, ഈ മരണപ്പെട്ട കുട്ടിയുടെ വിവാഹം കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിൽ എന്താണ് ഡൗറിക്ക് വേണ്ടി അവരെ ഹറാസ് ചെയ്യുകയും അതുപോലെ ഹൗസ് ഹോൾഡ് വർക്കിന് വേണ്ടി അവരെ ഹറാസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇൻസിഡൻറ്റ് നടക്കുന്നതിൻ്റെ അന്ന് മദർ ഇൻ ലോ എന്തോ ചെയ്തു, കെറോസിൻ മണ്ണെണ്ണ കൊണ്ടുവന്നിട്ട് ഈ വിക്ടിമിൻ്റെ മുകളിൽ ഒഴിക്കുകയും അത് കത്തിക്കുകയും ചെയ്തു. അങ്ങനെ 90% ബേണ്, പൊള്ളൽ ഈ പറഞ്ഞിട്ടുള്ള ഡിസീസിൻ്റെ മുകളിൽ വന്നു. അപ്പോൾ ഇവരുടെ ഡെത്ത് സംഭവിക്കുന്നതിന് മുന്നേ എന്തോ ചെയ്തിട്ടുണ്ടായിരുന്നു, മദർ ഇൻ ലോയ്ക്ക് എഗനിസ്റ്റായിട്ട് ഒരു ഡൈയിങ് ഡിക്ലറേഷൻ, മരണമൊഴി കൊടുത്തിട്ടുണ്ടായിരുന്നു. ട്രയൽ കോടതി ഈ ഹസ്ബൻഡിനെയും മദർ ഇൻ ലോയെയും അക്യൂട്ട് ചെയ്തെന്ന് വെച്ചാൽ എന്താണ്, വെറുതെ വിട്ടു. പക്ഷേ സ്റ്റേറ്റ് ഹൈക്കോടതിയിൽ അപ്പീൽ പോകുകയും ഈ അക്യൂട്ടൽ റിവേഴ്സ് ചെയ്തതിന് ശേഷം ഇവർക്ക് എന്തോ ചെയ്തു, രണ്ടുപേർക്ക് ഹസ്ബൻഡിനും മദർ ഇൻ ലോയ്ക്കും ലൈഫ് ഇംപ്രിസൺമെൻറ്റ് കൊടുത്തു. ഓക്കെ, ഈ ഡൈയിങ് ഡിക്ലറേഷൻ, ഡിസീസിൻ്റെ ഡൈയിങ് ഡിക്ലറേഷനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇവിടെ എന്ത് ചെയ്തത്, സെൻറ്റൻസ് കൊടുത്തത്. അപ്പോൾ ഹൈക്കോടതി ഇവിടെ ഫൗണ്ട് ചെയ്തൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഹസ്ബൻഡ് ഇവിടെ ഗിൽറ്റിയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ക്രൈം സീൻ നടക്കുന്ന സമയത്ത് ഹസ്ബൻഡ് അവിടെ ഉണ്ടായിരുന്നു, പക്ഷേ ഹസ്ബൻഡ് അവിടെ ഇമ്മീഡിയറ്റ് ആക്ഷൻ ഒന്നും എടുത്തില്ല. അത് കാരണം ഹസ്ബൻഡിനും ഇവിടെ കോമൺ ഇൻറ്റൻഷൻ ഉണ്ട് എന്നാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. പക്ഷേ സുപ്രീം കോടതി പറഞ്ഞു ഈ ഹൈക്കോടതിയുടെ കണ്ടെത്തൽ എററാണെന്നും അതുപോലെ തന്നെ ഒരു അക്യൂസ്ഡിനെ സെക്ഷൻ 34 ഇപ്പം 3(5) ഓഫ് BNS സെക്ഷൻ 34 ഏതിൽ പറഞ്ഞ് കോമൺ ഇൻറ്റൻഷൻ IPCയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സെക്ഷൻ 34 വിത്തൗട്ട് ക്ലിയർ പ്രൂഫ് ഓഫ് ഷെയർഡ് കോമൺ ഇൻറ്റൻഷൻ ആണ് എന്ന് പറയുന്നുണ്ടെങ്കിലും അവിടെ എന്തില്ല, ക്ലിയർ ആയിട്ടുള്ള പ്രൂഫ് ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു പ്രൂഫ് ഇല്ലാതെ നമുക്ക് കോമൺ ഇൻറ്റൻഷൻ എന്നും പറഞ്ഞുകൊണ്ട് ഒരാളെ ശിക്ഷിക്കാൻ വേണ്ടി പറ്റത്തില്ലെന്നാണ് ആ കേസിൽ പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു കേസാണ് ബരേന്ദ്രകുമാർ ഘോഷ് വേഴ്സസ് എംപറർ. ഈ കേസിനെ അറിയപ്പെടുന്നത് പോസ്റ്റ് മാസ്റ്റർ മർഡർ കേസ് എന്നായിരുന്നു. ഇവിടെ 3 പേഴ്സൺസ് പോസ്റ്റ് ഓഫീസിൽ കയറുകയും അവിടെ പോസ്റ്റ് മാസ്റ്റർ
പൈസ എണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു. പോസ്റ്റ് മാസ്റ്ററിനോട് ഈ പൈസ ആവശ്യപ്പെട്ടു. പോസ്റ്റ് മാസ്റ്റർ എന്ത് ചെയ്തില്ല? ഈ പൈസ കൊടുക്കാൻ വേണ്ടി തയ്യാറായില്ല. അപ്പോൾ ഈ 3 പേരിലെ ഒരാൾ എന്തോ ചെയ്തു? ഈ പോസ്റ്റ് മാസ്റ്ററിനെ ഷൂട്ട് ചെയ്തു. പോസ്റ്റ് മാസ്റ്റർ ഈ ഷൂട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ മരണപ്പെട്ടു. ഇവിടെ അക്യൂസ്ഡ് എന്തോ ചെയ്തു? അവിടുന്ന് ഈ പൈസ പോലും എടുക്കാതെ ഇറങ്ങി ഓടുകയും ചെയ്തു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നവർ ഈ പറഞ്ഞിട്ടുള്ള ബരീന്ദർ കുമാർ ഘോഷിനെ പിന്നെ പിടിച്ചു. അപ്പോൾ ഇവിടെ എന്താണ് ഇവിടെ എല്ലാവരും ഈ മർഡർ കേസിന് എന്തായി? ലയബിളായി. അപ്പോൾ ഇവിടെ അപ്പേലറ്റ് ആയിട്ടുള്ള ബരീന്ദർ കുമാർ ഘോഷ് ആർഗ്യൂ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അയാൾ ഈ ഡിസീസഡിനെ ഫയർ ചെയ്തിട്ടില്ല, അയാൾ പോസ്റ്റ് ഓഫീസിൻ്റെ പുറത്ത് നിൽക്കുകയായിരുന്നു എന്നാണ്. പക്ഷെ കോടതി കണ്ടെത്തിയത് എന്താണ്? ഇവർ റോബറി കമ്മിറ്റ് ചെയ്യാൻ പോയത് തന്നെ എങ്ങനെയാണ്? കോമൺ ഇൻറ്റൻഷനോട് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞിട്ടുള്ള ആൾ ഫയർ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ഇവിടെ ബാധകമല്ല. ഇവിടെ കോമൺ ഇൻറ്റൻഷൻ ഉള്ളത് കാരണം എല്ലാവരും എന്താണ്? ലയബിളാണ് എന്നാണ് ഈ കേസിൽ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കുറേ കേസുകൾ പറഞ്ഞിട്ടുണ്ട്. എക്സാമ്പിളിന് വേണമെങ്കിൽ അതൊക്കെ എഴുതാൻ വേണ്ടി കഴിയുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് പണിഷ്മെൻറ്റ് ഇൻ BNS ആണ് പഠിക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്